പ്രതീക്ഷിച്ചു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഉമ്മേ, ഞാൻ ചേട്ടനെ അറിയാം. മരിയ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് എന്റെ ചേട്ടനെ വെറുതെ വിടൂ. നിങ്ങൾ ഇനി പോയി ചേട്ടനെ കാണരുത്. കണ്ട എല്ലാം കുഴപ്പമാവും. പ്ലീസ്. ഉമ്മേ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. 5 വർഷം നിന്നെപ്പോലെ തന്നെ ഞാനും കാത്തിരുന്നത്. നീ ജോലി രാജിവെക്കാൻ പോകുന്നെന്നറിഞ്ഞു. തിരിച്ചു നാട്ടിൽ ചെന്നാൽ ജിക്ക് വെറുതെ ഇരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഉമ്മേ, ജിക്കയുടെ പേരിൽ ഞാനൊരു പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പുതിയൊരു പത്രം തുടങ്ങാം. ജിക്ക് ചീഫ് എഡിറ്റർ. പണമെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. ഒരു മോഹിനിയാട്ടം നടത്തുന്ന ലാഘവത്തിലങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ പത്രം തുടങ്ങാമെന്ന്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഈ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ എന്നെയും ചേട്ടനെ വിളിക്കണ്ട. ചേട്ടനെ ഞാൻ ഒട്ടും വിട്ടുതരില്ല. എനിക്കറിയാം, കൊലയ്ക്ക് കൊടുത്തിട്ട് നീ പോകൂ. പഴയ വില്ലന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കുറെ കൂടെ ബെറ്റർ കണ്ടീഷനിൽ. ഉമ്മേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പത്രം തുടങ്ങും. ജിക്ക് ആയിരിക്കും ചീഫ് എഡിറ്റർ. നീ അതിൽ വർക്ക് ചെയ്യും. അവള് എന്റെ ചേട്ടനെ കൊല്ലും. മരിയ ഫെർണാണ്ടസ്.